കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കഥ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഞാൻ വിദ്യ, വയസ്സ് 30, വിവാഹിതയാണ്, ഒരു കുട്ടിയുമുണ്ട്. ഞങ്ങൾ ദുബായിലാണ് താമസം. ഭർത്താവ് രാജേഷ് ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ HR എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു. ഞാൻ ഇവിടെയുള്ള ഒരു കമ്പനിയിൽ ഡോക്യുമെന്റ് കൺട്രോളറായും ജോലി ചെയ്യുന്നു. മകന് 2 വയസ്സായി. നല്ല ഹാപ്പിയായി ജീവിച്ചു കൊണ്ടിരുന്നതായിരുന്നു ഞങ്ങൾ. എന്നാൽ കുറച്ചു മാസങ്ങളായി ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. വീട്ടിൽ വന്നാൽ അധികമൊന്നും സംസാരിക്കാറില്ല. മിക്ക ദിവസവും വൈകിയാണ് റൂമിൽ വരിക. ചോദിച്ചാൽ പറയും ഓവർ ടൈം ഉണ്ടായിരുന്നുവെന്ന്. ഏട്ടന് വേറെ ആരോടെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നും. അങ്ങനെ വൈകി വന്ന് എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറാവില്ലായിരുന്നു. നേരെ വന്ന് ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങും. ഇവിടെ വെള്ളിയാഴ്ചയാണ് അവധി. അന്നും രാജേഷേട്ടന് ജോലി ഉണ്ടാവും. ഞങ്ങളൊന്ന് പരസ്പരം മുണ്ടിയിട്ട് ആഴ്ചകളായി. അങ്ങനെ ഇരിക്കെ ഒരു വ്യാഴാഴ്ച നേരത്തിന് റൂമിൽ വന്നു. ഞങ്ങൾ അന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചു. അന്ന് ഞാൻ ഏട്ടനോട് കുറേ സംസാരിച്ചു. അപ്പോഴാണ് ഓഫീസിലെ കാര്യങ്ങൾ പറയുന്നത്. ഏട്ടൻ്റെ മാനേജർ ഒരു എറണാകുളംകാരൻ കോശി വർഗീസാണ്. അയാളുടെ മകളുടെ ഭർത്താവിനെ അവിടെ ജോലിക്ക് കയറ്റാൻ അയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജേഷിനെ അവിടുന്ന് പറഞ്ഞു വിട്ടാൽ അയാൾക്ക് മരുമകനെ അവിടെ നിയമിക്കാം. എന്നാൽ ഈ കമ്പനിയിൽ കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഏട്ടനെ അങ്ങനെ പെട്ടെന്നങ്ങ് പറഞ്ഞു വിടാൻ കഴിയില്ല. കാരണം ഏട്ടന് CEO-യ്ക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചേട്ടനെ റെർമിനേറ്റ് ചെയ്യില്ലെന്ന് മാനേജർക്ക് അറിയാം. നല്ല ശമ്പളമുള്ളത് കൊണ്ട് ചേട്ടൻ രാജിവെക്കത്തുമില്ല. മാനേജർക്ക് മുന്നിലുള്ള ഏക മാർഗം എങ്ങനെയെങ്കിലും ഏട്ടനെ കൊണ്ട് ജോലി രാജിവെപ്പിക്കാം. അതിനാണ് ഓവർ ടൈം ചെയ്യിപ്പിക്കുന്നത്. കൂടാതെ ആളുകളുടെ മുന്നിൽ വെച്ച് ഏട്ടനെ വഴക്ക് പറയും. അങ്ങനെ ഏട്ടനെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. വേറെ ജോലി നോക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒഴിവുകൾ കുറവാണ്. മാത്രവുമല്ല ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കിട്ടുകയുമില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏട്ടന് കുറച്ച് ആശ്വാസമായെന്ന് തോന്നി. വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഓണാക്കി കോശി വർഗീസിനെ സെർച്ച് ചെയ്ത് നോക്കി. കുറേ കോശിമാർ ലിസ്റ്റിൽ വന്നു. കമ്പനിയുടെ പേര് നോക്കി ഏട്ടൻ്റെ മാനേജറെ തിരിച്ചറിഞ്ഞു. കണ്ടാൽ തന്നെ അറിയാം ഒരു മൊരടനാണെന്ന്. കട്ടി മീശയും ഒരു പരുക്കൻ ഭാവം. ഞാൻ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചു, നോക്കട്ടെ ആൾ അങ്ങനെയുണ്ടെന്ന്. പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ എണീറ്റ് ഒന്ന് ഫേസ്ബുക്ക് ഓണാക്കി. ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇയാൾ തനി കാടൻ തന്നെയെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഏട്ടന് ഓഫീസിൽ പോകാൻ റെഡിയായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പാക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ മൊബൈൽ എടുത്തു നോക്കിയപ്പോൾ കോശി വർഗീസ് എന്നെ ആഡ് ചെയ്തു എന്ന് കാണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. ആരാ മനസ്സിലായില്ല. ഞാൻ മറുപടി കൊടുത്തു. ഞാൻ രാജേഷിൻ്റെ വൈഫാണ്. എനിക്ക് ആളെ മനസ്സിലായിരുന്നു. എന്തുണ്ട് വിശേഷം? പ്രൊഫൈൽ ഫോട്ടോയും ഇല്ലായിരുന്നു. ഇനി ഉണ്ടായിട്ടും കാര്യമില്ല, എനിക്ക് തന്നെ പരിചയമില്ലല്ലോ. ഞാൻ പറഞ്ഞു, രാജേഷേട്ടൻ കോശി സാറിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയാൽ പ്രൊഫൈൽ കണ്ടു. റിക്വസ്റ്റ് അയച്ചാണ്. എന്തുണ്ട് വിശേഷം? ഇന്ന് ജോലിയുണ്ടോ? ഏട്ടൻ രാവിലെ പോയല്ലോ. എനിക്കിന്ന് ഓഫാണ്. രാജേഷിനെ കുറച്ച് ജോലി തീർക്കാനുണ്ട്. അതാണ് ഞാൻ പോകാൻ പറഞ്ഞത്. സർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇവിടെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇല്ല വിദ്യ, ഞാൻ എണീറ്റതേ ഉള്ളൂ. പള്ളിയിൽ പോകണം. ആലീസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. വിദ്യയുടെ ഫോട്ടോ ഒന്നും ഫേസ്ബുക്കിൽ കാണുന്നില്ലല്ലോ. സർ, അപ്പോൾ ഭയങ്കര വിശ്വാസിയാണല്ലേ. നല്ലത്. പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. എൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. സാറിന് കാണാൻ ഞാൻ ഫോട്ടോ അയച്ചു തരാം. ഞാൻ മുമ്പ് എടുത്ത 1-2 സെൽഫി ഇങ്ങനെ അയച്ചു കൊടുത്തു. മൊബൈൽ തലയ്ക്ക് മുകളിൽ പിടിച്ചെടുത്ത് ഫോട്ടോസ് തന്നെ ട്രൗസർ ഇട്ടിരുന്നത് കൊണ്ട് എല്ലാ ഭാഗവും അതിൽ കാണാം. കുറച്ച് കഴിഞ്ഞ് മറുപടി വന്നു. യു ആർ സോ ബ്യൂട്ടിഫുൾ. ഞാൻ താങ്ക്സ് പറഞ്ഞു. വിദ്യ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്? സർ, ഞാൻ ഡോക്യുമെന്റ് കൺട്രോളറാണ്. ശരി. ഓഫീസിൽ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്? സ്കേർട്ടാണ് സാധാരണ ഇടാറ്. എന്ത് സർ ചോദിച്ചു? ഒന്നുമില്ല, വെറുതെ ഓഫീസിൽ വെച്ചെടുത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോ? പിന്നെന്താ, വെയിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ മൊബൈൽ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞാൽ മറുപടി വന്നേ. എൻ്റെ ഈശോയെ, ഇത് എന്തൊരു ഗ്ലാമറാണ് നിനക്ക് വിദ്യ. ഓഫീസിൽ എല്ലാവരും നിന്റെ പുറകെ ആയിരിക്കുമല്ലോ. ലൈൻ വല്ലതുമുണ്ടോ ഓഫീസിൽ? ലൈനൊന്നുമില്ല. എന്നാൽ സാറിനെ എങ്ങനെ മനസ്സിലായി കുറേ പേര് എൻ്റെ പുറകെ നടക്കുന്നുണ്ടെന്ന്? അത് പിന്നെ ഇത്രയ്ക്ക് ഗ്ലാമറുള്ള പെണ്ണിൻ്റെ പുറകെ ആണുങ്ങൾ നടക്കില്ലേ? അത് ആർക്കാ അറിയാത്ത? സാർ ഭയങ്കര രസികനാണല്ലോ. ഞാൻ കരുതിയൊരു മൊരടനായിരിക്കുമെന്ന്. കുറച്ചു നേരത്തേക്ക് സാറിൻ്റെ അനക്കമൊന്നുമില്ല. ഇനി മൊരടൻ എന്ന് വിളിച്ചത്
കൊണ്ട് പിണങ്ങി പോയി കാണുമോ? ഷോ, അങ്ങനെ പറയണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ്, ആ വിദ്യ, ഞാൻ വന്നു. സാർ എവിടെ പോയി? ഞാൻ കരുതി മേഡൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി പോയല്ലേ. നോനോ, പിണങ്ങി പോയതൊന്നുമല്ല. വിദ്യൻ്റെ ഭർത്താവിൻ്റെ കോളുണ്ടായിരുന്നു, അതാ പറയാതെ പോയത്. സോറി. സാറിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് വിദ്യയെ ഒന്ന് നേരിട്ട് കാണണം. ആലീസ് ഒന്ന് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ. അത് സാർ, രാജേഷേട്ടൻ പെട്ടെന്ന് വന്നല്ലോ. ഏയ്, അവൻ വരില്ല. അവനെ ഞാൻ ബിസിയാക്കാൻ ഞാൻ പറയാതെ അവൻ വരില്ല. എന്നെ അവൻ വലിയ പേടിയാ. ഞാൻ തെറി കൊണ്ട് അഭിഷേകം ചെയ്യും. എന്നാൽ ഞാൻ റെഡിയാകാം. സാർ താഴെ വന്നിട്ട് എന്നെ വിളിക്ക്. നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. ഓക്കെ, സമ്മതിച്ചു. ആലീസിനോട് എനിക്ക് സുഖമില്ലെന്ന് പറയാം. ഇല്ലെങ്കിൽ ശല്യം എന്നെയും കൊണ്ട് പള്ളിയിൽ പോയി കളയും. 2 മണിക്കൂർ കഴിഞ്ഞ് സാറിൻ്റെ കോള് വന്നു. ഞാൻ സാറിന് വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറെത്തി. സാർ എന്നെ അടിമുടി നോക്കിക്കൊണ്ട് വരാൻ ആംഗ്യം കാണിച്ചു. ഞാൻ കാറിൻ്റെ മുൻ സീറ്റിൽ കയറിയിരുന്നു. ചുവപ്പ് കറുപ്പ് സ്കേർട്ടായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, ഷോ, ഇത് എന്തൊരു നോട്ടമ്മ. എനിക്ക് നാണമാകുന്നു. വണ്ടി എടുക്കൂ. അടുത്ത ഫ്ലാറ്റിൽ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്. സാർ എന്നെ നോക്കി പറഞ്ഞു, വിദ്യ, ഐ ലവ് യു. ഞാൻ സാറിൻ്റെ കവളിൽ ഒരു കേക്ക് വെച്ച് കൊണ്ട് പറഞ്ഞു, നേരെ നോക്കി ഓടിക്കൂ എൻ്റെ മോൻ. സാറ് കള്ളച്ചിരിയോടെ കാറ് മുന്നോട്ടെടുത്തു. നേരെ സിറ്റി സെൻറ്ററിൽ പോയി. അവിടെ നിന്ന് KFC കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. KFC ഓർഡർ ചെയ്യാൻ സാർ എൻ്റെ പുറകിലായാണ് ക്യൂവിൽ നിന്നത്. അപ്പോൾ സാറ് എൻ്റെ എന്തൊക്കെയോ വ്യക്തമായി നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, വിദ്യയെ ശ്രദ്ധിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. എന്തൊരു ഭംഗിയാ. ഞാൻ തിരിഞ്ഞു നോക്കി ചിരിച്ചു. ഞാനൊന്ന് ചേർന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാർ എന്നിലേക്ക് ചേർന്ന് നിന്നു. സാർ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ സാറിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. സാർ, ഇത് പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ വെച്ച് വേണ്ട. അയ്യോ സോറി വിദ്യ. എന്നെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. സാർ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്നു. ഞങ്ങൾ KFC കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടമായി. ക്യൂവിൽ സാർ എന്നെ പിടിക്കാൻ വന്നതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു. ആരേലും കണ്ടാൽ എന്തേലും വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് മാറി നിൽക്കാൻ പറഞ്ഞത്. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് വിദ്യയുടെ കൂടെ ഒരു ദിവസം എന്നും പറഞ്ഞ് സംസാരം നിർത്തി. ആ ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സാറിനെ എപ്പോൾ വേണം അപ്പോൾ തരാം, പക്ഷേ ഇപ്പോൾ പറ്റില്ല. ഞാൻ ചിരിച്ചു. നാളെ ആലീസ് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്ലാറ്റിൽ വരുമോ? വിദ്യയുടെ ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ നാളെ വിദ്യ ജോലിക്ക് പോകേണ്ട ലീവ് എടുക്കൂ. ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. എന്നെ ഇഷ്ടമാണെന്ന് വിദ്യ പറഞ്ഞില്ലേ, അതെല്ലാം നാളെ ബെഡിൽ കാണാം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ എന്നെ വിഷമിപ്പിക്കരുത്. സാറിന് ഇഷ്ടമാണെന്ന് ഞാൻ പൂർണ്ണ മനസ്സോടെ പറഞ്ഞതാണ്. അപ്പോൾ സാറിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും. പക്ഷേ സാർ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ? ക്യാഷ് വേണം. എത്ര വേണമെന്ന് ഞാൻ തരാം. ക്യാഷ് വേണ്ട, പിന്നെ വേറെ എന്ത് വേണമെന്ന് ചോദിക്കേ, ഞാൻ എന്ത് ചെയ്തു തരാം. സാർ, രാജേഷ് ചേട്ടനെ ഇനി ഓവർ ടൈം ഇരുത്തരുത്. അതുപോലെ രാജേഷ് ചേട്ടനെ വഴക്കും പറയട്ടെ പ്ലീസ്. അത്രയേ ഉള്ളൂ. ഈ രാജേഷിനൊരു കുറവും ഉണ്ടാവില്ല. എൻ്റെ മോനെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെയെങ്കിൽ ഞാൻ സാറിനെ സ്വർഗം കാണിക്കും. ചുമ്മാ പറഞ്ഞാൽ പോരാ, കാണിക്കണം. അപ്പോൾ സാറിന് എന്നെ അത്രയ്ക്ക് വിശ്വാസമേ ഉള്ളൂ അല്ലേ? അയാൾ എൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതല്ലേ പൊന്നെ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിന്നെ എനിക്ക് വേണം. പെട്ടെന്ന് നാളെ ആയാൽ മതിയായിരുന്നു. ഞങ്ങൾ KFC കഴിച്ച് അവിടുന്ന് കാർ പാർക്കിങ്ങിലേക്ക് നടന്നു. സാർ എൻ്റെ പുറകിലാണ് നടക്കുന്നത്. അവിടുന്ന് സാർ എൻ്റെ എന്തൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാറിൽ കയറി. സാർ കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്നെ നോക്കി കുറച്ചു നേരം ഇരുന്നു. സാറിന് എന്നെ അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇടത് കൈ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ടാണ് സാർ ഇരിക്കുന്നത്. ഞാൻ സാറിൻ്റെ വലത് കൈ പിടിച്ചു. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ആ കാറിൽ ചെറിയ സുഖങ്ങളൊക്കെ അനുഭവിച്ചു. പിന്നെ ആരോ നടന്നു വരുന്നത് കണ്ട് സാർ ഉടനെ കാറ് മുന്നോട്ടെടുത്തു. എന്നെ എൻ്റെ ഫ്ലാറ്റിൽ മുന്നിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സാറ് പോയി. കുറേ കഴിഞ്ഞപ്പോൾ രാജേഷ് ഏട്ടൻ വന്നു. ഇന്ന് ഏട്ടൻ കുറച്ച് സന്തോഷത്തിലാണ്. കാര്യം ചോദിച്ചപ്പോൾ കോശി സാർ കുറച്ചു മുൻപ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് കുറേ കാലം കൂടി സാർ ഏട്ടനോട് നന്നായി സംസാരിച്ചു. ഏട്ടൻ്റെ സന്തോഷം കണ്ടപ്പോൾ സാറിനെ ഇന്ന് കുറച്ചുകൂടി സന്തോഷിപ്പിക്കണമായിരുന്നു എന്ന് തോന്നിപ്പോയി. പിറ്റേന്ന് പതിവ് പോലെ രാജേഷ് ഏട്ടൻ ജോലിക്ക് പോയി. ഞാൻ കുളിച്ചു
കഴിഞ്ഞ് സാറിൻ്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൊബൈൽ റിങ് ചെയ്യുന്നു. നോക്കിയപ്പോൾ കോശി സാർ. ഞാൻ ഫോൺ എടുത്തു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് വിദ്യ ഡാർലിംഗ്. ഞാൻ ഓഫീസിലാണ്, കുറച്ച് പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇറങ്ങും. ഓക്കെ സാർ, ഞാൻ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കൊതിയായോടി? ആഹാ അതെ, സാറിനെ കാണാൻ. അതെ അതേടി കള്ളി, നിന്നെ കാണാൻ എനിക്ക് നല്ല കൊതിയുണ്ട്. ഞാൻ നിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നിന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നു. അവൻ കാണാൻ ഞാൻ ഒരു വിധത്തിലാണ് മൊബൈൽ ഒളിപ്പിച്ചത്. സാർ എൻ്റെ ജീവിതം വെച്ച് കളിക്കല്ലേ. ഏട്ടനറിഞ്ഞാൽ പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്ത് കളയും. പിന്നെ സാർ എന്നെ വിവാഹം കഴിക്കേണ്ടി വരും. നിന്നെ പോലെ ഒരുത്തിയെ വിവാഹം കഴിക്കുന്നതിലും എനിക്കൊരു വിഷമവുമില്ല. എനിക്ക് ദിവസവും നിന്നെ കാണാമല്ലോ. എന്നാൽ ആലീസ് എന്നെ കൊല്ലും. എനിക്ക് അവളെ പേടിയാ. അങ്ങനെയെങ്കിൽ എൻ്റെ ഫോട്ടോ ആരെയും കാണിക്കരുത്. സാറിനെ വിശ്വസിച്ചാൽ ഞാൻ അതെല്ലാം വായിച്ചു തന്നത്. ഇല്ല എൻ്റെ മുത്തേ, നീ റെഡി ആയോ? ഇന്നെനിക്ക് അയച്ച ഫോട്ടോയിലെ ആ റെഡ് കളർ സ്കേർട്ട് ഇടുമോ? ആഹാ, ആ സ്കേർട്ട് സാറിന് അത്രയ്ക്ക് ഇഷ്ടമായോ? ഇടാം. എന്തിനാ സാർ ഇതൊക്കെ ഇടുന്നത്? അവിടെ വന്നാൽ അതെല്ലാം സാർ അഴിച്ചു ഊരി ദൂരെ എറിയില്ലേ? കൊച്ചു കള്ളി, എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഭർത്താവിൻ്റെ അത് ഞാനിപ്പോൾ സാറോട് എങ്ങനെയാ പറയാ? മതി കിടന്ന് ഉരുണ്ടത്. ഞാൻ അതാ വരുന്നു മോളെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഫോൺ വന്നു. ഞാൻ എടുത്തപ്പോൾ താഴെ നിൽക്കുന്നു ചെല്ലാൻ പറഞ്ഞു. ഞാൻ അടുത്ത ഫ്ലാറ്റിലെ ആരും പുറത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പുറത്തിറങ്ങി കാർ ലക്ഷ്യമാക്കി നടന്നു. ജീവിതത്തിൽ ആദ്യമായി രാജേശ്വരനില്ലാതെ ഒരാൾക്ക് കിടന്നു കൊടുക്കാൻ പോകുന്നു. ഓഫീസിലെ പലരും എന്നെ ക്ഷണിച്ചിട്ടും ഒരു കോഫി കുടിക്കാൻ പോലും അവരുടെ കൂടെ പോകാത്ത ഞാനാണ് ഇപ്പോൾ രാജേശ്വരന് വേണ്ടി ബോസിന്റെ അടുത്തേക്ക് പോകുന്നത്. ആ കിളവൻ ഇന്ന് എന്നെ അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്യിപ്പിക്കും. രാജേഷേട്ടാ മാപ്പ്, എനിക്ക് വേറെ നിവർത്തിയില്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം തിരിച്ചു കിട്ടില്ല. ഇയാൾക്ക് വേണ്ടത് എൻ്റെ ശരീരമാണ്. കുറച്ച് സമയത്തേക്ക് അയാൾക്ക് വഴങ്ങി എന്ന് വെച്ച് ഒന്നും നഷ്ടമാകുന്നില്ല. എന്നാൽ നേടാൻ ഒരുപാടുണ്ട്. മലയോളം. ഇങ്ങനെയെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ നടന്നു. കാറിൽ കയറി. കോശി സാർ എന്നെ ഒന്ന് അടിമുടി നോക്കി വെള്ളം ഇറക്കി. എന്നിട്ട് പറഞ്ഞു പോകാം. ഞാൻ തലയാട്ടി. കാർ മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം ഓടി ഒരു വലിയ ഫ്ലാറ്റിന് മുന്നിൽ നിന്നു. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി നേരെ 5ാമത്തെ നിലയിലേക്ക് പോയി. അവിടെയാണ് സാറിൻ്റെ ഫ്ലാറ്റ്. സാർ റൂം തുറന്നിട്ട് എന്നോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഞാൻ അകത്ത് കിടന്നു. സാർ ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് എന്നെ നോക്കി. പിന്നെ ഞാനും സാറും അവിടെ ഒരു സ്വർഗലോകത്തേക്ക് പോയതുപോലെയായിരുന്നു. പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടാണ്ടായി. ഇത്രയും നന്നായി സുഖിപ്പിക്കാൻ കോശി സാറിന് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഞങ്ങളെ സുഖങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് മിക്കവാറും ദിവസങ്ങളിൽ സാർ എന്നെ ഫോൺ വിളിക്കും. ഞങ്ങൾ കുറേ നേരം സംസാരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ഓർത്ത് സാർ ഭാര്യ ആലീസിന് നന്നായി പേടിയുണ്ടെന്ന്. ഞാൻ രാജേഷ് ഏട്ടനെയും ഇടയ്ക്ക് എന്നോട് രാജേഷ് ഏട്ടൻ ചൂടാകാറൊക്കെയുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ മറന്നു. സാറിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ നന്നായി വിയർപ്പൊഴുക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം രാജേഷ് ഏട്ടനോട് സാർ നന്നായി പെരുമാറി തുടങ്ങി. ഏട്ടന് സാലറി കൂട്ടിക്കൊടുത്തു. സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിക്കാരൻ രാജേഷ് ഏട്ടനായി. ഒരു തവണയും ഞാൻ കോശി സാറിനെ കൂടുതൽ സംസാരിച്ച് സുഖിപ്പിക്കുകയും ചെയ്തിരുന്നു. രാജേഷ് ഏട്ടന് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് സാറിൻ്റെ സ്വഭാവം മാറിയതെന്ന്. എന്നോട് രാജേഷ് ഏട്ടൻ ഇടയ്ക്ക് പറയാറുമുണ്ട്, സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഇപ്പോൾ ഭയങ്കര കാര്യമാണ്. ഞാനത് കേൾക്കുമ്പോൾ മനസ്സിൽ ചിരിച്ചു. പിന്നെ ഞങ്ങളുടെ ലൈഫ് പഴയതുപോലെ ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.